വാക്കിംഗ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെന്തായാലും ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമുക്കറിയാം ചടയമംഗലം വരാൻ തന്നെയുള്ള ഏറ്റവും വലിയൊരു കാരണം ജടായുപ്പാറ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ചടയമംഗലം ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി റൈറ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ജടായുപ്പാറയുടെ ദൃശ്യങ്ങൾ നമുക്ക് താഴെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനുണ്ട് അഭിയുണ്ട്. ഇന്ന് നമ്മൾ ജടായുപ്പാറയിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മളിപ്പോൾ ഒരു 4 കിലോമീറ്ററോളം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അബി വളരെ ക്ഷീണിച്ചിട്ട് പതിയെ പുറകെ വരുന്നുണ്ട്. ഷോർട്ട്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിത്. അപ്പോൾ 4 കിലോമീറ്ററോളം നമ്മളിപ്പോൾ ഏകദേശം നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്ന് നമുക്ക് ശരിക്കും മുകളിലെത്തിയിട്ട് എങ്ങനെയുണ്ട് വ്യൂ, അല്ലെങ്കിൽ ജടായുപ്പാറയുടെ എന്താണ് സവിശേഷതകൾ എന്നൊക്കെ മേലെ എത്തിയിട്ട് നമുക്ക് പറയാം. ഈ ഒരു വഴിയാണ് എന്തായാലും നമ്മൾ ജടായുപ്പാറയിലേക്ക് എൻട്രൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ജടായുപ്പാറയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു റോഡ് എന്തായാലും നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ തന്നെ ജടായുപ്പാറയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഫ്രണ്ടിൽ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച്. ഈ ഒരു കേബിൾ കാർ എന്തായാലും ഉണ്ട്. ചെക്ക് ഇൻ ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ്. കൂടാതെ സെക്യൂരിറ്റി ചെക്ക്, ക്ലോക്ക് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ എന്തായാലും താഴത്തെ തന്നെ ഉണ്ട്. എന്തായാലും അബി ഇപ്പോൾ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെന്തായാലും ജടായുപ്പാറയിലേക്ക് നടന്ന് കയറാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജടായു എർത്ത് സെൻറ്ററിലേക്ക് 2 രീതിയിലാണ് എന്തായാലും വിനോദസഞ്ചാരികൾക്ക് പോകാൻ സാധിക്കുക. കേബിൾ കാർ ഉപയോഗിച്ചുകൊണ്ടും വാക്ക് വേ ഉപയോഗിച്ചും എന്തായാലും ജടായു എർത്ത് സെൻറ്ററിൻ്റെ മുകളിലേക്ക് എത്താൻ സാധിക്കും. ഈ ഒരു 2 തരത്തിൽ പോകുന്നവരും എന്തായാലും ആദ്യം തന്നെ ചെയ്യേണ്ടത് സെക്യൂരിറ്റി ചെക്കാണ്. അതിനുവേണ്ടിയാണ് നമ്മളെന്തായാലും മുകളിലേക്ക് ഈ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നത്. ഞാനും അബിയും സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ ഉടനെ തന്നെ എന്തായാലും വാക്ക് വേയിലൂടെ ആ ഒരു വഴിയിലൂടെ നമ്മൾ ഉള്ളിലേക്കാണ് കയറിയുന്നത്. നല്ല രീതിയിൽ തന്നെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ജടായുപ്പാറ എന്ന് തന്നെ വേണം പറയാൻ. ജടായുപ്പാറയിലേക്കുള്ള വഴികളായാലും എന്തായാലും തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും എന്തായാലും കേബിൾ കാറിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്തായാലും കേബിൾ കാറിൽ പോകേണ്ടത് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറേണ്ടി വന്നിരിക്കുന്നത്. 826 സ്റ്റെപ്പുണ്ടായ ജടായുപ്പാറയിൽ നിന്നാലും നമ്മൾ ഇനി 648 സ്റ്റെപ്പുകൾ കൂടി മുകളിലേക്ക് കയറണമെന്നാണ് ആ ഒരു ബോർഡിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജടായുപ്പാറയിലേക്ക് നടന്നു പോകുന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ എന്തായാലും നിരവധി സ്ഥലങ്ങളിലായിട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇരിപ്പിടങ്ങൾ മാത്രമല്ല, ജടായുപ്പാറയിലേക്ക് കയറി ചെല്ലുന്നവർക്ക് നിരവധി സ്ഥലങ്ങളിലായിട്ട് എന്തായാലും കുടിക്കാനുള്ള വെള്ളങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ജടായുപ്പാറയിലേക്ക് കയറി പോകുന്ന ആ വഴിയിൽ ചെറിയൊരു രീതിയിലുള്ള കൊത്തുപണികളൊക്കെ എന്തായാലും അവർ ചെയ്തിട്ടുണ്ട്. ഒരു തുരങ്കം പോലെ എന്തായാലും ഈ ഒരു സംവിധാനവും അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നടന്നു പോകുന്നവർക്ക് കാണാൻ സാധിക്കുക. ഇനി 486 സ്റ്റെപ്പുകൾ കൂടി മുകളിലേക്ക് ഞങ്ങൾ കയറാനുണ്ട് എന്നുള്ള ബോർഡ് ഞങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. കൂടാതെ തന്നെ അതിൻ്റെ താഴെ യു ആർ ഹെൽത്തി എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷനും കൂടി അവരെന്തായാലും നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുകളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ജടായുപ്പാറയിലേക്കുള്ള നടക്കുന്ന വഴിയിലൊരു ശുദ്ധമായ ജലത്തിൻ്റെ ചെറിയൊരു കുളം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ നടക്കുവാണെങ്കിൽ ജടായുപ്പാറയിലെ ആ ഒരു വഴിയിൽ ശീതളം എന്ന് പറയുന്നൊരു ഏരിയയുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് അവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കല്ലിൽ തീർത്തിട്ടുള്ള ഇരിപ്പിടങ്ങൾ. മുന്നോട്ട് ഞങ്ങൾ വീണ്ടും നടന്നപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് ഇനി 397 സ്റ്റെപ്പുകൾ കൂടി ജടായുപ്പാറയിലേക്ക് എത്താനുണ്ട് എന്നുള്ള ബോർഡ് വന്നിരിക്കുന്നു. ഈ ഒരു ബോർഡ് കൂടി കഴിഞ്ഞതോടുകൂടി എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കുകയുണ്ടായി. ഇതാണ് കുടിവെള്ളത്തിനുള്ള ആ ഒരു സൗകര്യങ്ങൾ അവർ ഒരുക്കി വെച്ചത്. അതും കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് കല്ലുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് എന്തായാലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കല്ലും മണ്ണും ഉപയോഗിച്ച് ഈ ഒരു സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയ്ക്കലുള്ള ശ്രീ ബാലൻപിള്ള എന്ന് പറയുന്ന അവറുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 70-ാം വയസ്സിൽ ആരംഭിച്ച ജോലി 3 വർഷം കൊണ്ടാണ് അദ്ദേഹം എന്തായാലും പൂർത്തിയാക്കിയിട്ടുള്ളത്. 263 പടവുകളും അതിൻ്റെ ചുവരുകളൊക്കെ 60,000 കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉപരിതലത്തിൽ മാത്രം ചെറിയ രീതിയിൽ സിമെൻറ്റുകൾ ഉപയോഗിച്ചാണ് എന്തായാലും ആ ഒരു പടവുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പടവിൻ്റെ ആദ്യത്തെ കല്ലിട്ട് തുടക്കം കുറിച്ചത് കുമ്മനം രാജശേഖരനാണ് എന്നാണ് അവർ എന്തായാലും എഴുതി വച്ചിട്ടുള്ളത്. അവസാനം ഞങ്ങൾ എന്തായാലും 143 സ്റ്റെപ്പുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ജടായുപ്പാറയിലേക്കുള്ള ദൂരം. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേബിൾ കാറിലൂടെ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജടായുപ്പാറയിലെ മുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഒരു സ്ഥലങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ് ജടായുപ്പാറയുടെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ. ചുറ്റും യാതൊരുവിധ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഒടുവിൽ അങ്ങനെ ഞങ്ങൾ ജടായുപ്പാറയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ജടായുപ്പാറയുടെ മുകളിൽ എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ജടായുപ്പാറ കാണാൻ വേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ
നോർത്ത് ഇന്ത്യൻസ് ആണ് എന്ന് തന്നെ വേണം പറയാൻ. മലയാളികൾ വളരെ കുറവാണ്. കേബിൾ കാർ ഉപയോഗിച്ച് ജടായുപ്പാറയിലേക്ക് വരുന്നവർക്ക് 263 രൂപ അധികം എന്തായാലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജടായുപ്പാറയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് രാമായണത്തിൽ, അതായത് ഹൈന്ദവ പുരാണമായിരുന്ന രാമായണത്തിൽ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ പക്ഷിരാജാവായിരുന്ന ജടായു അദ്ദേഹത്തെ തടഞ്ഞു. അതിനുശേഷം വയോധികനായതുകൊണ്ട് തന്നെ ജടായുവിന് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. കൂടാതെ തന്നെ ജടായുവിൻ്റെ സ്തുതിയായിട്ടാണ് ഈ ഒരു പാറ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ആദ്യം എന്തായാലും ജടായുമംഗലം എന്ന് പേരുണ്ടായത് പിന്നീട് പറഞ്ഞ് ചടയമംഗലം എന്നായി തീർന്നതാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ജടായുപ്പാറയിലേക്ക് എത്തിയപ്പോൾ തന്നെ എന്തായാലും ജടായുപ്പാറയുടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഉള്ളിലേക്ക് കയറാൻ സാധിക്കുവാണെങ്കിൽ ജടായുയുടെ കണ്ണിലൂടെ ശരിക്കും പുറത്തേക്ക് നോക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്.